ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ചക്കപ്പുഴുക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി, ഒറ്റപ്പാലത്താണ് വീട്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം അവർക്കൊന്നും ചക്ക പുഴുങ്ങാൻ അറിയില്ല, ചക്ക കൂട്ടാൻ വെക്കാനേ അറിയും. അപ്പൊ നമ്മുടെ പറമ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയെ നമുക്ക് ചക്ക പുഴുങ്ങാന്ന്, അമ്മയും പറഞ്ഞു പുഴുങ്ങാന്ന്. അങ്ങനെ എൻ്റെ പെങ്ങന്മാരും എല്ലാരും ഉണ്ടായിരുന്നു വീട്ടില്. അപ്പോൾ പറമ്പിൽ പോയി ചക്കയെല്ലാം പറിച്ച് കൊണ്ടിരുന്ന വഴിക്ക് വലിയൊരു മയിലിനെ കണ്ടു. സൂപ്പർ മയില്, ഇങ്ങനെ കണ്ട കട്ടെടുക്കാൻ തോന്നും. അടിപൊളി മയില്. ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊന്നും അതൊരു പുതുമയല്ല, അവർക്ക് എപ്പോഴും കാണുന്നതാണ്. പക്ഷെ എനിക്കത് സൂപ്പറായിട്ട് തോന്നി. പിന്നെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ അവിടെ. ഇഷ്ടം പോലെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ അവിടെ പരിസരത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കിലേക്ക് പോയാലോ? ഇതെന്റെ വീട് മോനാണ്, എന്റെ സ്വന്തം മോൻ. ഇവര് വേറൊരാളും കൂടി ഉണ്ട്. ഇവനെ നമ്മള് സ്വന്തം ഇപ്പം കൊണ്ടുവന്നതാ ഇവനെ. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും പെങ്ങന്മാരും എല്ലാം കൂടി ചക്ക ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തൊടിയിലേക്ക് പറമ്പിലേക്ക് പോകുമ്പം കണ്ട കാഴ്ച കേട്ടോ ഇത്. ഇത് കണ്ട ഒരു വലിയ മയിൽ. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊരു പുതിയ കാഴ്ചയൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ കണ്ണൂരുകാർക്ക് ഇതെല്ലാം ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പം ഞങ്ങൾക്കൊന്നും കാണാൻ കിട്ടാറില്ല ഇങ്ങനെ മയിലിനെയൊക്കെ. അപ്പം ഞാനിതിങ്ങനെ ആശ്ചര്യപ്പെട്ടിങ്ങനെ നോക്കുമ്പം അവരൊക്കെ കളിയാക്കുന്നുണ്ട്. അയ്യേ മയിലോ, അവർക്കൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ നടക്കുന്ന കോഴീനൊക്കെ പോലെയാണ് അവരതിനെ കാണുന്നത്. കാരണം അവർക്ക് ദിവസമുള്ള കാഴ്ചയാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കതിനെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ അവിടെ തന്നെ കുറേ നേരം നിന്നു. നോക്കി എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു നല്ലൊരു കാഴ്ചയല്ലേ, നമ്മളെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ കണ്ടില്ലേ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പാറയുടെ മേലേക്ക് ചാടി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം പെങ്ങന്മാർ പറയുന്നുണ്ട്, അടുത്തമ്മ അത് കൊത്തുന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും അമ്മയും എല്ലാവരും കൂടി പോയി ചക്കയെല്ലാം ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അമ്മ ഇതാ ചക്കയെല്ലാം മുറിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കിനി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഇതാ ഇതുപോലെ ചക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്, കുരുവോടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചക്ക മുറിച്ചിട്ട് വലിയൊരു അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലാണ് ചക്ക വേവിച്ചെടുക്കുന്നത്. ഇനി ഇതാ ഇതിലേക്കുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, അതിനുശേഷം ഒരു 5-6 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. ഇനി നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കയുടെ അളവിനനുസരിച്ച് വേണം അതിൻ്റെയൊക്കെ അളവ് കൂട്ടാൻ വേണ്ടി. വെളുത്തുള്ളിയൊക്കെ നിർബന്ധമാണ്, കുരുമുളകൊക്കെ നിർബന്ധമാണ്. 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, മൊത്തം ഈ ചക്കയടക്കം വേണ്ട ഉപ്പാണ് ഈ ഒരു അരക്കാൻ വേണ്ടി. അരക്കലൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് 2-3 വട്ടം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ തേങ്ങയെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്ന കാണുന്നില്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ജാറ് കഴുകിയ വെള്ളം ഈ ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിന് പുറമെ കുറച്ചും കൂടി വെള്ളം, ചക്ക വേവുന്നതിനാവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അതിനുള്ള വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കടുകും കുറച്ച് ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടണം. ഇതൊന്ന് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കപ്പുഴുക്കിലേക്ക് ഒഴിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഈ ചക്കപ്പുഴുക്കിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട്
ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കണം. ചക്ക അടിയിൽ പിടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചക്കപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. പുഴുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുഴുക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.